പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് നെയ്ച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ചൂടായ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടീസ്പൂൺ നെയ്യുമാണ് ചേർത്തിരിക്കുന്നത്. ഇതിലാണ് അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയോ വഴറ്റിയെടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് വഴറ്റിയെടുക്കാം. ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ മുന്തിരിയും വഴറ്റിയെടുക്കുക. അതിനുശേഷം ഞാനിവിടെ ക്യാരറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഇഷ്ടമില്ലാത്തവർ ഉപയോഗിക്കേണ്ട. പക്ഷേങ്കിൽ നെയ്ച്ചോറിൽ കുറച്ച് ക്യാരറ്റ് ചേർക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതിന് വേണ്ടിയാണ് ചേർത്തിരിക്കുന്നത്. സവാള ഫ്രൈ ചെയ്തെടുക്കുമ്പം കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അതുകൊണ്ട് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ കോരി മാറ്റണം. പിന്നീട് ഇതിലേക്ക് ഒരു വലിയ ടീസ്പൂൺ നെയ്യ് ചേർക്കുക. ഇത് ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഹോൾ സ്പൈസസ്, അതായത് ഗ്രാമ്പു, പട്ട, ഏലക്ക, വയനയില ഇതൊക്കെ ചേർത്ത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാളയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിരിക്കുന്ന അരി അതിലേക്കിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഒന്ന് ചൂടായതിന് ശേഷം തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം നാരങ്ങ നീരും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെക്കുക. ഹൈ ഫ്ലെയിമിലാണ് ഇപ്പം വേവിക്കേണ്ടത്. ഇതുപോലെ വെള്ളം അരി നികക്കെ വറ്റിയതിന് ശേഷം ഫ്ലെയിം നല്ലതുപോലെ കുറയ്ക്കണം. കൂടിപ്പോകാനേ പാടില്ല, കരിഞ്ഞു പോവും. ഞാനിതിൻ്റെ കൂടെ മട്ടൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചതാണ്. അത് ചൂടാക്കി എടുക്കുന്നതാണ് കേട്ടോ കണ്ടത്. ഇപ്പം ചോറ് നല്ലതുപോലെ പാകത്തിന് വെന്തിട്ടുണ്ട്, കാണുന്നില്ലേ? ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാളയും കൂടെ എല്ലാം ഇട്ട് ഗാർണിഷ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി ഗീ റൈസ് റെഡി.